ഉണ്ട്. ഇത്രയും നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഈ തണ്ട പക്ഷെ ഇത് കേട്ടപ്പോഴത്തെ സങ്കടം വിഷമൊക്കെ ആലോചിക്കുമ്പോ നമ്മള് പോയി കണ്ടിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ആയോട്ടെ. ഇന്ന് ഞാനും ഷായേട്ടനും കൂടി ഒരുമിച്ചായിട്ട് പണികളൊക്കെ ചെയ്യാന്ന് വെച്ചിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതായത് ഷായേട്ടെന്ന് പറയുന്നത് നമ്മുടെ പയർ കുറച്ച് നടാൻ വേണ്ടിയിട്ട് അതിലുള്ള കുറച്ച് തടങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ ചേമ്പിൻ്റെ കടയിൽ കുറേ പുല്ലുകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വെച്ചിട്ടാണ് ഞങ്ങളിന്ന് ഇറങ്ങിയിട്ടുള്ളത്. മൊത്തത്തിലൊരു പറമ്പൊക്കെ ആകെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം എന്നുള്ളൊരു ചിന്ത വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ല നീളത്തിൽ തന്നെ നമ്മളൊരു തട എടുത്ത് നോക്കട്ടെ. ഒരു 3 തടയിട്ട് എടുക്കാന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ പയർ നടാനുള്ളത് കണ്ട നല്ല പൊലിയൊക്കെ കൂട്ടിയിട്ട് കൂടി ഉണ്ടായിരുന്ന പുല്ലൊക്കെ ചെത്തി ആദ്യം ഇട്ടു. അതിന്റെ മുകളിലേക്ക് മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മൾ പൊലി കൂട്ടിയിട്ടാണ് നമ്മുടെ പയറിനുള്ള തട എടുക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ നിന്ന് കഴിഞ്ഞ് തനി വേനൽ പോലെയാണ് നമുക്ക് നമ്മുടെ ഭൂമി കാണുമ്പോൾ. കളിക്കുമ്പോഴൊക്കെ നമുക്ക് ഇത്രയും നാളും ഒരു മഴ പെയ്ത് ഇങ്ങനെ വെള്ളം ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു ഒന്നും നമുക്ക് തോന്നിയില്ല. അതേപോലെ ആയിട്ടാണ് വെയിലിൻ്റെ ചൂടും അതേപോലെ തന്നെ നമുക്ക് മണ്ണൊക്കെ ഷായിട്ട് കളിക്കുമ്പോഴേ തന്നെ മനസ്സിലാവും വെള്ളം നിന്നിരുന്ന സ്ഥലമായിട്ട് നമുക്ക് തോന്നിയേയില്ല. ഇത് ഈ പറമ്പിൽ അങ്ങനെ വെള്ളം നിന്നിരുന്നില്ല കേട്ടോ. അങ്ങനെ മഴ പെയ്യുമ്പോഴത്തെ ആ ഒരു ചെറിയ വെള്ളം നിൽക്കുക അങ്ങനെ ഉണ്ടായിരുന്നില്ല. അല്ലാണ്ട് കെട്ടി നിന്നിരുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്ക് ചേമ്പിൻ്റെ ഇടയിലത്തെ പുല്ല് വലിക്കാൻ നല്ല സുഖമുണ്ട്. കാരണം നല്ല സുഖമായിട്ട് വേഗം വേഗം വലിച്ചെടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. ഇതേപോലത്തെ ഉണ്ടല്ലോ നമ്മുടെ കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇങ്ങനെ അവര് നമ്മൾ ഈ വലിക്കുന്ന പുല്ലിൽ അവർക്ക് തിന്നാൻ പറ്റിയതൊക്കെ നമ്മൾ അങ്ങോട്ട് നേരെ നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോട്ടാ. ഇത് നമ്മൾ ചിലർ കറിയും വെക്കും. അത് കൂടുതലും ബംഗാളികളാന്ന് തോന്നുന്നു. അവരെ ഒരു ഇല എന്താ പറയാ ചീര പോലെ വെക്കുന്ന ഒരു സംഭവമാണിത്. നമ്മുടെ എന്താ പറയാ കൂടുതലും മാവും തൈകൾ മുളയ്ക്കുന്നുണ്ടാ. കണ്ട കൊറേ തൈകൾ മുളയ്ക്കേണ്ടി വരുന്നില്ലേ. ഇതൊക്കെ മാവും തൈകളാ. ഇവർക്ക് ഇവിടെ വളർത്തി തീരെ ശരിയാവില്ലേ. പെട്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കേ ഇവര് വളരും. ഇതൊക്കെ കളയും. ഇതൊക്കെയാണ് നമ്മുടെ കോഴികൾക്ക് കൊണ്ടുപോകണം. നല്ല വൃത്തിയായിട്ട് കുറച്ച് ഭാഗം നിൽക്കായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ 2 ചീരക്കടയൊക്കെ നിന്നിരുന്ന കാരണം നമ്മളിവിടെ അത് നിർത്തി വെക്കായിരുന്നു. അപ്പൊ ഈ ചീരക്കട തന്നെ കതിരൊക്കെ വന്നു. അപ്പൊ തോന്നിയ എല്ലാ ഭാഗം നല്ല ഭംഗിയായിട്ടിരിക്കുമ്പോഴേ ഇവിടെ മാത്രം ഇതുകൊണ്ട് പുല്ല്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ചെത്തിയെടുക്കാന്ന് വെച്ചുട്ടാ. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിലേ നമ്മളോട് പലപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് സ്മിതിക്ക് മധുരക്കിഴങ്ങ് ഇല്ലേ എന്നുള്ളത്. നമുക്ക് മധുരക്കിഴങ്ങ് ഉണ്ട്. ഈ മധുരക്കിഴങ്ങ് നടുമ്പോൾ എന്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ അവരൊരു ഏരിയ ഫുള്ള് എടുക്കും. അത് കാരണം നമ്മളൊരു തടത്തിൽ കുറച്ചൊക്കെ നടാറുള്ളൂ. അപ്പൊ അതേപോലെ നട്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഈ സ്ഥലമായിരുന്നു. ഇപ്പൊ ഇവരെങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ പടർന്നു നോക്കായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ വലിച്ച് കളഞ്ഞു. ഈ ഒരു ഭാഗം ഇവർക്ക് കൊടുക്കാന്ന് വിചാരിച്ചു വിട്ടാ. പക്ഷെ ഇപ്പോഴത് ഇവരെല്ലാ സൈഡിലേക്ക് ഇങ്ങനെ പടരാ. അപ്പൊ ഇത് ഇവിടുന്ന് മാറ്റിയിട്ട് നമുക്ക് അവിടെ അറ്റത്ത് ഒരു ഭാഗത്ത് മതിലിന്റെ ഭാഗത്തായിട്ട് കൊണ്ട് നടാന്ന് വെച്ചു. അപ്പൊ ചിലപ്പോ വലിക്കുമ്പോ ചിലപ്പോ ഉണ്ടാവും കേട്ടോ മധുരക്കിഴങ്ങ്. അറിയില്ല. മഴയൊക്കെ പെയ്ത് അങ്ങനെ വെള്ളം നിന്ന് നശിച്ചിട്ട് ഇല്ലല്ലോ ഈ പറമ്പില്. അപ്പൊ ചിലപ്പോ വല്ലവരും കിട്ടും. അപ്പൊ എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് വലിച്ചങ്ങോട്ട് കൊണ്ടുപോകാന്ന് വെച്ചു. ഇതേപോലെ ഈ ഒരു സംഭവമൊക്കെ മധുരക്കിഴങ്ങ് ആവണ ഒരു സംഭവമാട്ടാ. അതൊക്കെ ഇങ്ങനെ വലുതായി വരുമ്പോ നല്ല മധുരക്കിഴങ്ങുകളാവും. പക്ഷെ എന്തായാലും ഇവിടെ നിർത്തല്ലേ, നമുക്ക് വേറെ സ്ഥലം കൊടുക്കാം അവർക്ക്. നോക്കിയേ കണ്ട വലിക്കുമ്പോ ഇവരൊക്കെ ഇവിടെ നിർത്തിയെങ്കിൽ ഇവരൊക്കെ ഉണ്ടാവും. പക്ഷെ സാരില്ല, നല്ല ഭയങ്കര ടേസ്റ്റായിട്ട് ഈ മധുരക്കിഴങ്ങ്. നല്ലൊരു ഇങ്ങനത്തെ മധുരക്കിഴങ്ങ് നല്ല രസം കൂടിയത്. കിട്ടിയവരെ നീക്കി വയ്ക്കാം നമുക്ക്. ഇനി വെട്ടുകത്തി എടുക്കട്ടെ. വലിക്കുമ്പോ കിട്ടണില്ല, അരിഞ്ഞെടുക്കേണ്ട വരും.
ഇതെവിടെയൊക്കെ എന്റെ കട കാണാനിട്ടോ. ചിലപ്പോ ഇങ്ങനത്തെ കടയിലൊക്കെ ഉണ്ടാവൂ വിളിച്ചു കഴിഞ്ഞാ. ഇതിവിടെ നിർത്താം, ലാസ്റ്റ് നമുക്ക് പറിക്കാൻ എന്നിട്ട്. അതേപോലെ ഇവിടെ ഒരു കടയുണ്ട്. ഈ കടകളിലൊക്കെ ചിലപ്പോ ഉണ്ടാവും കേട്ടാ. ഏതായാലും ഇവര് ആദ്യം പറിച്ച് നീക്കട്ടെ, എന്നിട്ട് നമുക്ക് കുത്തിയെടുത്ത് നോക്കാം. അതേപോലെ ഇവിടെ ഒരു കട. അതൊക്കെ ഇതൊരു വലിയൊരു കടയായിരുന്നു. പുല്ലും ഇതേപോലത്തെ ഒരു കട കേട്ടോ. ഇത് വലിച്ചപ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് പൊട്ടിപ്പോന്നു കണ്ടാ. എന്നിട്ട് നോക്കി നിക്കണേ. അപ്പൊ ഞാനേ നമ്മുടെ കുഞ്ഞു കൈക്കോട്ട് എടുത്ത് നോക്കി നോക്കാം. എന്തായാലും ഇവരൊന്നും കൂടെ ഒതുക്കി വെക്കട്ടെ ആദ്യം, അല്ലെങ്കിൽ ഞാൻ തന്നെ ചിലപ്പോ ഈ വള്ളിയമ്മ ചവിട്ടിയിട്ട് അങ്ങ് ചിലപ്പോ വീഴേ. ഈ ഇതുമ്മത്തെ തല തന്നെ എടുത്തിട്ടാട്ടോ നടുള്ളൂ. എന്തൊരു വേഗം ഒരു ഏരിയ ഫുള്ള് ഇവരെടുക്കുന്നേ, അതിന് കുഴപ്പം. ഈ ഒരു കയർ ആദ്യം കളയട്ടെ. ഈ കയറേ നമ്മൾ ആദ്യം ഇവിടെ പടവലങ്ങയൊക്കെ നട്ടു കൊടുക്കുമ്പോ പന്തലിട്ടിട്ടുള്ളതാ. എവിടെയൊക്കെ കണ്ടേ, ഞാൻ തന്നെ മറന്നുപോയി. ഇവിടെ ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്. ഈ ഒരു സ്ഥലം ചിലപ്പോ ഉണ്ടാവുള്ളോട്ടോ. നോക്കാം. അയ്യോ, അത് ചീഞ്ഞുപോയി. കണ്ട, അത് ചീഞ്ഞു പോയിരിക്കും. ഇവിടെ നിന്ന് അതിന്റെ കളർ കണ്ടറിയാം. കണ്ടാ, ചീഞ്ഞു. ഉണ്ടായിരുന്നു. ഇത് പോയി. ഇനി ഇപ്പുറത്ത് നോക്കി നോക്കാം. ഇത് പിന്നെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാണല്ലോ. അടിയിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ചിലപ്പോ മഴക്കാലായ കാരണം ഇവിടെ കൊറേ ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. പുതിയതായിട്ട് ഇപ്പൊ പതുക്കെ ആയി വരണവരായിരിക്കും ഇവര്. നോക്കിയാ ചെറുതും കണ്ടാ. അപ്പൊ ഉണ്ടാവണ മധുരക്കിഴങ്ങാണ്. അപ്പൊ നമ്മളിവരെ എന്തായാലും ആ അരുവശത്ത് നല്ല ഭംഗിയിലൊരു തടക്കി എടുത്ത് ഷായിട്ടിന് ഒഴിവുണ്ടാവണം. ഇന്നിപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചിട്ട് ഇരിക്കുന്ന ഷായിട്ട്. എന്തായാലും ഇവര് പെട്ടെന്ന് പാടിയൊന്നും പോവില്ലേ ഇതിന്റെ വള്ളികള്. അങ്ങനെ നട്ടുകൊടുക്കണത്. ഇവരെ ഇത്തിരി തണലത്ത് കൊണ്ടുപോട്ടെ. നമുക്ക് ഇന്ന് തന്നെ ചിലപ്പോ നടാൻ പറ്റിയെന്ന് വരില്ലേ. വേറെ സ്ഥലം നട്ടുകൊടുക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നടാന്ന് വെച്ചോക്കണേ. അപ്പൊ എന്താ പറയാ, എല്ലാവർക്കും കാട് പിടിക്കില്ലല്ലോ. ആ ഭാഗം ഒരു മതിൽ ഭാഗമാണല്ലോ. അപ്പൊ അവിടേക്ക് ഒതുക്കി ആ തടത്തിൽ മാത്രം നിർത്താവുന്ന പോലെ പടർന്ന് വരുന്നതിനനുസരിച്ച് അതിലേക്ക് ഒതുക്കി അങ്ങനെ വൃത്തിയില് നടണമെന്നൊരു വിചാരിച്ചിട്ടുണ്ട്. അറിയില്ല, ഇവര് പെട്ടെന്ന് പടര്. നമ്മൾ ഇന്ന് വന്നു 2 ദിവസം ഇങ്ങോട്ട് ഇവരെ ഭാഗം നോക്കിയില്ലേ, ഇവര് കുറച്ച് ഏരിയ കൂടുതൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് മധുരക്കിഴങ്ങിന്. ഷായിട്ടം കണ്ട നമ്മുടെ പയറ് നടാനുള്ള തടമൊക്കെ ഇത് എടുക്കല് കഴിഞ്ഞിട്ടുണ്ട്. അപ്പുറത്ത് ഇനി കൊള്ളിക്കുള്ള തടം എടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ നോക്കിയേ, പയറും വിത്ത് ഇതാണ്. കുറ്റിപ്പയറ് വിത്താണ് നമ്മൾ നടണത്. ഇതാ 2 തരം പയറാട്ടാ. ഒരു ചുവന്ന മണിയുള്ളതും പിന്നെ ഇതാ കണ്ട ഇങ്ങനെ 2 കളറുള്ളത്. അപ്പൊ ഓരോ തടത്തിലും അത് ശ്രദ്ധിച്ച് മാറി മാറി നട്ടു കൊടുക്കണേ. നമ്മുടെ വിരല് മതി. നല്ല പൊടി എന്താ പറയാ, മണ്ണൊക്കെ നല്ല കൊത്തിളക്കി നിൽക്കല്ലേ. അപ്പൊ വിരലുകൊണ്ട് വെറുതെ ഇങ്ങനെ താത്തിയിട്ട് ഏതാണ്ട് ഒരടി അകലം വിട്ടിട്ടായിട്ട് നട്ടു കൊടുക്കണേ.
അങ്ങനെ നമ്മുടെ പയർ നടല് കഴിഞ്ഞുട്ടാ. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിൽ കൊള്ളി നടണം. ഷായിട്ട് അവിടെ കൊള്ളിക്കുള്ള തടം കൂടി എടുക്കുന്നുണ്ട്. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, സ്മിത എന്തിനാ അത്ര അധികം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റണേന്നാണ്. അതാണ് എല്ലാവർക്കും എന്നോട് എപ്പോഴും ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ. എന്റെ കസിൻസിലും പറയും നിനക്ക് ഇത് എങ്ങനെയാണ് പറ്റണേന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടാ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഷായറിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ടെന്ന് പറയാ, ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് ഇതാണ്. നമുക്കറിയാം എല്ലാവർക്കും പേഴ്സണലായിട്ട് നമ്മൾ പല പ്രശ്നങ്ങളും എന്താ പറയാ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ അതേപോലെ എനിക്കും ഉണ്ട് എന്റേതായ കുറെ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ആ സന്തോഷം കണ്ടെത്തുന്നത് എവിടെയാണെങ്കിൽ നമ്മള് ഈ ചെയ്യുന്ന ഞങ്ങളുടെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന നമ്മുടെ കുഞ്ഞു കുഞ്ഞു ജോലികളാണ്. ഇതൊന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അല്ല, ഒരു രസമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കേട്ടോ. കാരണം ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ദിവസം അങ്ങോട്ട് കഴിയാത്ത പോലെ തോന്നുക. വെറുതെ പറമ്പിൽ വന്ന് എന്തെങ്കിലും ഒന്ന് കൊത്തി കളച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് അതിന്റെ ഇടയിൽ കിടന്ന് ഇറങ്ങിയില്ലെങ്കിൽ ആ ദിവസം പോവാത്ത പോലെ അന്വേഷണമായിട്ട് സംബന്ധിച്ച്. അപ്പൊ ഞങ്ങളുടെ സന്തോഷം കണ്ടെത്തുന്നത് എവിടെയാണ്? നമുക്കറിയാം ജീവിതമൊക്കെ വളരെ കുറച്ചുള്ളൂ. നമ്മള് ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ കണ്ടെത്തുക. പിന്നെ നമുക്കറിയാം വയനാടിനെ കുറിച്ച് നമുക്ക് ഓർക്കാൻ അത്ര ഒരു ദിവസം ഇല്ലാത്ത പോലെയാണ് ഇപ്പൊ എല്ലാവർക്കും. അപ്പൊ വീണ്ടും നമ്മൾ അവരൊക്കെ ഒന്ന് ഓർത്തിട്ടാണ് നമ്മുടെ ഓരോ ദിവസം തുടങ്ങുന്നത്. പിന്നെ വയനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേട്ടാ, ഞാൻ വയനാട്ടിൽ പോയിട്ടുണ്ട്. അത് എപ്പോഴാണെങ്കിലേ എൻ്റെ മൂത്ത മകന് 5 വയസ്സും രണ്ടാമത്തെ മകന് 3 വയസ്സുള്ള ടൈമിലാണ്. അപ്പൊ അതായത് ഷായേട്ടൻ്റെ അമ്മയുടെ ആങ്ങള വയനാട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് ഞാൻ പോയിട്ടുള്ളത്. അന്ന് ഞാനും ഷായേട്ടനും അമ്മയും 2 മക്കളും കൂടിയിട്ടാണ് ഞങ്ങൾ അന്ന് ബസ്സിലാണ് ഞാൻ വയനാട്ടിൽ പോയിട്ടുള്ളത്. അതെനിക്കൊരു ഓർമ്മയാണ്. അപ്പോൾ വയനാട് എന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇഷ്ടത്തിന് കുറവില്ല. പക്ഷെ ഇത് കേട്ടപ്പോഴത്തെ സങ്കടം വിഷമമൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ പോയി കണ്ടിട്ടുള്ള ആ ഒരു സ്ഥലത്തിന് അങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമല്ല, നല്ല വിഷമമാണ് അത് ആലോചിച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മുടെ കുഞ്ഞിത്തക്കാളി ഇവിടെ പഴുത്തിട്ടുണ്ട്, മണിത്തക്കാളി. അപ്പൊ ഞാൻ ഏതോ ഗ്ലൗസ് ഇങ്ങോട്ട് കീറി ഇനി ഇത് കളയാൻ പോവാ. എന്നിട്ട് കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഷായേട്ടന് കുഞ്ഞിത്തക്കാളി പൊട്ടിക്കണം. പിന്നെ വെള്ളം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അതും കൊണ്ടു കൊടുക്കണം ഷായേട്ടന്. കുറെ നേരം എൻ്റെ ഷായേട്ടൻ കള തുടങ്ങിയിട്ടേ എന്നെ സംബന്ധിച്ച് എൻ്റെ പണി എനിക്ക് നിസ്സാര. പക്ഷെ ഷായേട്ടൻ്റെ കള എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കാണുമ്പോൾ ഒന്ന് ഇങ്ങനെ വെറുതെ കളക്കില്ലോ എന്ന്. പക്ഷെ അതല്ല, നല്ല അധ്വാനം ഉണ്ട് ആ പണിക്ക്. ഞാൻ കൈയൊക്കെ ഒന്ന് കഴുകി വന്നിട്ട് വരട്ടെ കേട്ടാ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാൻ മണിത്തക്കാളി ഉണ്ടായി നിൽക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അധികം വലുതാവൂല എന്ന് വേണ്ടായിരുന്നു. കണ്ടതേ പഴുത്തു. ഇതേ ഭയങ്കര ടേസ്റ്റ് ആട്ടാ. അത് പൊട്ടിച്ചെടുക്കട്ടെ. നോക്കിയേ എന്ത് രസല്ലേ. ഷായിട്ട് കൊടുക്കട്ടെ. ഷായിട്ടേ നമ്മുടെ മണിത്തക്കാളി ഞാനേ വെള്ളം കൊണ്ടുവരുന്നത് നോക്കിയിരിക്കുന്നു. ചെന്നത്തെ നല്ല വെയിലായേ. അപ്പൊ പിന്നെ ഇന്ന് കൊള്ളി നല്ല അടുത്ത ദിവസമാക്കാം നമുക്ക്. കൊള്ളി നടാന്ന് വെച്ചത് ഇനി നടണില്ല. അത് അടുത്ത വീഡിയോയിൽ കാട്ടിയാലേട്ടാ കൊള്ളി നടണതൊക്കെ. ഇത് നട്ടാലേ ഭയങ്കര വെയിലായും ചെയ്തു. പിന്നെ കൊറേ ഓരോന്നൊക്കെ ചെയ്തു വന്നപ്പോളേ ഇന്ന് വേണ്ട ഇനി, അല്ലെങ്കിൽ തീരെ ആവശ്യമാവും. ഇതേ തക്കാളി വായിൽ വെച്ചാൽ കൈ മഴുക്കില്ലേ. അടിപൊളി തക്കാളിയാ. ശരിക്കും ചെറുതായേ. അയ്യോ എന്തൊരു മധുരാന്നറിയോ, മധുരമുള്ളത്. ഒരു ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നറിയോ ഞാൻ പറയാം. നമുക്ക് പറമ്പിലൊക്കെ ആദ്യം ഒരു ചെടി ഇങ്ങനെ മുളച്ചു വരും. എന്നിട്ട് ഒരു പോള പോലെ വീർത്തുക്കും. അതിന്റെ മുകളിലത്തെ അതിന് പൊളിച്ചു കളയുമ്പോൾ കുഞ്ഞു മണി ഒരു മണി പറയാ ഞൊട്ടാഞ്ഞൊടി എന്നിട്ടൊരു പേരുണ്ട്, എനിക്ക് അറിയില്ല. തനി അത് കഴിക്കണ്ട ആ ഒരു ടേസ്റ്റ് നല്ല രസം. അത് പഴുത്ത നല്ല ടേസ്റ്റ്. ആ ടേസ്റ്റ് അടിപൊളി. നീ തൈ കൊറേ കിട്ടി വെക്കും. ഇന്നിപ്പോ ഞങ്ങൾ ഇനിയിപ്പൊ ഒന്ന് കൊള്ളി നടണൊന്നുമില്ല. നമ്മുടെ വെയിലായേ. ഞങ്ങള് കയ്പ നട്ട് പോണതാ, തണലിന് വേണ്ടി വെച്ച് പോണതാ. തണലിന് പിന്നെ നമ്മുടെ പാചകം നോക്കിട്ടാ. ഇന്ന് നമ്മളുണ്ടല്ലോ ചേനത്താളും പരിപ്പ് അതേപോലെ മത്തിലത്തോരനൊക്കെ ആയിട്ട് വെക്കുന്നത്. അപ്പൊ നല്ല തളിർത്ത് നിൽക്കുന്ന ചേനത്തണ്ടും ഇലയൊക്കെ അരിയണം നമുക്ക്. അപ്പൊ നമ്മുടെ ചേന നിൽക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാട്ടാ. അപ്പൊ നല്ല ഹൈറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചില ചേനകള്. തണ്ട് കണ്ട കൂമ്പ് ഇങ്ങനെ വന്നിട്ട് അവരൊക്കെ ഒന്ന് ഒടിഞ്ഞു. കാറ്റിന്റെ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ, കേടൊന്നും വരില്ല അങ്ങനെ ഒടിഞ്ഞത് കൊണ്ടൊന്നും കേട്ടാ.
അപ്പൊ നമ്മൾ ഈ ചേന വെക്കുന്നത് അതേപോലെ ഇതിന് ചാണകമൊക്കെ ഇട്ട് കൊടുക്കണതും അങ്ങനെയൊക്കെ ആയിട്ട് പല പ്രാവശ്യം പല വീഡിയോയിലും നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടാ. ഈ ചേനയ്ക്ക് പറിക്കുമ്പോ നല്ല വലിപ്പമുള്ള ചേനകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ഒരു സൈഡ് ഫുള്ള് നമ്മൾ അങ്ങനെ ചേനയായിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ഇനി നമുക്ക് കറിയിലേക്കുള്ള ചേനയുടെ അധികം മൂക്കാത്ത തണ്ടാണ് ഞാൻ അരിഞ്ഞെടുക്കണേ. അപ്പൊ അത് കാട്ടിത്തരാം. അതിപ്പോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ചേനയുടെ അങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ കൂർക്കതടത്തിലും ഒക്കെ ആയിട്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ ആയിട്ട് നമുക്കത് അരിഞ്ഞെടുക്കാം. അപ്പൊ ഇതാണ് കേട്ടാ പുതിയതായിട്ട് ചെറിയൊരു ചേന നമ്മളൊക്കെ മുന്നേ നട്ടിട്ടുള്ള അതിന്റെ ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ കിടന്നിട്ട് അത് മുളച്ചു വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നല്ല കൂമ്പല്ലേ. അതേപോലെ തന്നെ ഒരു കൂമ്പും കൂടി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതേ ഇനി അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ കൂർക്കതടത്തിലാണ് നിൽക്കുന്നത്. കൂർക്കത്തടത്തിൽ നിൽക്കണ ഈ ചേനത്തണ്ടുണ്ടല്ലോ, ഇത് പുതിയൊരു കൂമ്പ് അല്ല അങ്ങനെ വന്ന് വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. നല്ല തളിർത്ത നല്ല ഇലയാണ്. അപ്പൊ ഇത് നമുക്ക് അയ്യോ ഞാൻ വർത്താനത്തില് എന്തിനു തല മാത്രം അരിഞ്ഞെടുത്തു. ഇതിന്റെ കടക്കലത്തും കൂടി നമുക്ക് അരിയാട്ടാ. വേണ്ട ഇത്രയും നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഈ തണ്ടാണ് ഇതിന്റെ ഏറ്റവും ടേസ്റ്റ്. താളെന്ന് പറയുന്നത് സംഭവം ശരിക്കും ഇതാണ്. പിന്നെ താളിന്റെ കൂടെ നമ്മൾ ഈ ഇലയൊക്കെ ഇട്ടിട്ട് അരിഞ്ഞ് കറി വെക്കണമെന്നുള്ളൂ കേട്ടാ. ഇനി നമുക്ക് വീട്ടിൽ പോവാട്ടാ. കാരണം നമ്മുടെ മത്തല തോരനാണല്ലോ പിന്നെ കൂടെ വെക്കുന്നത്. അപ്പൊ മത്തലേക്ക് നിൽക്കുന്നത് നമ്മുടെ വീട്ടിലാ. അപ്പൊ അതൊക്കെ അവിടെ പോയിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമ്മുടെ മത്ത എന്ന് പറയുന്നത് നമ്മുടെ ഇതാട്ടാ. മത്തതേ അങ്ങോട്ടും അതേപോലെ ഈ സൈഡിലേക്കൊക്കെ ആയിട്ട് ആകെ പടർന്ന് നിൽക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ നമ്മുടെ മതിലിന്റെ മുകളിൽ കൂടെ അപ്പുറത്തേക്കും പടർന്നിട്ട് ഇങ്ങനെ മത്ത നിൽക്കുന്നുണ്ട്. അപ്പൊ അപ്പുറത്തേക്ക് പടർന്നപ്പോ ഒരു മത്ത ഉണ്ടായി നിന്നിട്ട് നമുക്ക് അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയാണ് വിളിച്ച് പറഞ്ഞത് കേട്ടോ. ഒരു മത്ത ഉണ്ടായി നിൽക്കുന്നത് കൊണ്ട് ഒരു മത്തയ്ക്ക് നമുക്ക് പൊട്ടിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ചെറിയ മത്തകളൊക്കെ ഇതാ ഉണ്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ നമ്മള് എന്താ പറയാ മത്ത പടർന്ന് പോണോടത്തേക്ക് പൊക്കോട്ടെ എന്ന് ചിരിക്കുക. കാരണം നമുക്കറിയാലോ മഴക്കാലം വരുമ്പോ വേറെ പ്രത്യേകിച്ച് എന്ത് നട്ടാലും നമുക്ക് ഒരു പിടിച്ച് പോവും. അപ്പൊ മത്ത അങ്ങനെ ഫുൾ സ്വാതന്ത്ര്യത്ത് അങ്ങനെ പടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വേപ്പിന്റെ മുകളിലേക്ക് ഒക്കെ കയറിയിട്ടുണ്ട്. അപ്പൊ നല്ല ഇലകൾ നോക്കിയിട്ട് ഞാൻ കുറച്ച് നുള്ളെടുക്കട്ടെ കേട്ടാ. കത്തി ഉപയോഗിച്ച് അരിയ നല്ലത്. അപ്പൊ ഇത്തിരി നീളത്തിലുള്ള ഈ തണ്ടോളൊക്കെ എടുക്കാലോ. നമ്മുടെ മത്ത കയറിയിട്ട് നമ്മുടെ വേപ്പിന്റെ ഒരു കൊമ്പ് അവിടന്നേ ഇങ്ങനെ ചാഞ്ഞൊടിഞ്ഞു കിടക്കണത് അത്. അപ്പൊ നമ്മൾ നോക്കിയേ ഇത്രയല്ല നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മുടെ പാചകം. നമ്മളുണ്ടല്ലോ നമ്മുടെ ചേനത്തണ്ടും അതേപോലെ തന്നെ നമ്മുടെ മത്തങ്ങയുടെ ഇലയൊക്കെ നമ്മള് എന്താ പറയാ അരിയണേക്കാളും മുന്നേ ഒന്ന് കഴുകി നന്നായി വെള്ളമൊക്കെ കുടഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതോടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഇലയൊക്കെ അരിയണേക്കാളും മുന്നായിട്ടുണ്ടല്ലോ നമുക്ക് നമ്മുടെ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഞാനിതാ ഒരു അര ഗ്ലാസ് പരിപ്പ് നന്നായി കഴുകി വാരിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പരിപ്പ് വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിതാ പരിപ്പൊക്കെ നന്നായി മുങ്ങി കിടക്കാവുന്ന രീതിയിൽ ഒരു 2 ഗ്ലാസിന്റെ അടുത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ടിതാ തീ കത്തിച്ച് നമ്മൾ ആ കുക്കർ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. 2 വിസില് സ്പീഡിൽ വന്നോട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് പിന്നെ എയറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ നന്നായി വെന്തിട്ടുണ്ടാവും കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ആദ്യം തന്നെ ഞാൻ നമ്മുടെ മത്തലയായിട്ട് അരിഞ്ഞെടുക്കണത്. അപ്പൊ നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് പിടിക്കാവുന്ന അത്ര അല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ അത് നമുക്ക് അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മുടെ ടർക്കികളൊക്കെ ഇപ്പൊ ചെറുതായിട്ട് നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോ പുതിയവരൊക്കെ ഒന്ന് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ.
നന്നായിട്ട് കനം കുറച്ച് അരിയണം കേട്ടാ. എന്ത് ഇല തോരൻ വെക്കായാലും നമ്മള് കനം കുറച്ച് അരിയുമ്പോഴാണ് അതിനൊരു ഭംഗിയും അതേപോലെ തന്നെ കറി ആയി വരുമ്പോഴായാലും നമുക്കത് എടുത്ത് കഴിക്കാനും എളുപ്പമുണ്ടാവുള്ളൂ കേട്ടാ. നല്ല നൈസായിട്ട് തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണ്ടേ. ഇപ്പൊ ഇലയൊക്കെ നല്ല വീതിയുള്ള ഇലയൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് അരിഞ്ഞിട്ട് വീണ്ടും അതിനൊന്ന് തിരിച്ചു വെച്ചിട്ട് വീണ്ടും അരിയാം. അപ്പൊ നല്ല ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. ഇലയൊക്കെ എത്തുമ്പോ ഒന്നും കൂടി കൈ കൊണ്ട് ഇങ്ങനെ കൂട്ടി പിടിച്ച് ഒതുക്കി വെക്കുക. എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വെച്ചിട്ട് അരിയാൻ പറഞ്ഞുള്ളൂ ഞാൻ. അപ്പൊ ഇതിങ്ങോട്ട് നീക്കി വെക്കുക. എന്നിട്ട് ഈ ഇലയില മൊത്തത്തിൽ ഒന്നും കൂടി ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കുക. കണ്ട എന്നിട്ടാ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചെറുതായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞു കിട്ടും കേട്ടാ. അപ്പൊ നമ്മുടെ പരിപ്പ് ഇതാ 2 വിസിൽ വന്നു. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടാ. അപ്പൊ നമ്മുടെ പരിപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ചേനത്തണ്ട് കറി വയ്ക്കാനാട്ടാ. അപ്പൊ നോക്കി ഞാൻ എല്ലാം നോക്കി എല്ലാത്തും നല്ല ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടെ കേട്ടാ. ഇനി നമ്മുടെ ചേനത്തണ്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടാ. ചേനത്തണ്ട് അരിഞ്ഞെടുക്കുമ്പോഴേ നമ്മുടെ ഇതിന്റെ മുകളിലത്തെ തൊലി ഉണ്ടല്ലോ അതിങ്ങനെ ചീന്തി കളയണം കേട്ടാ. തണ്ടുമത്തെ ഇങ്ങനെ കളയണം. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഇല എടുക്കുമ്പോഴും ഇലയമത്തും കളയണം കേട്ടാ. ഇതാ ഇല ഇങ്ങനെ പിടിച്ചിട്ടേലും കണ്ട ഇതേപോലെ ഇങ്ങനെ ചീന്തി കിട്ടും ഇതിന്റെ ഞാരുകള് അങ്ങനെ കളഞ്ഞിരിക്കണം കേട്ടാ. എന്നിട്ടാണ് നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് കനം കുറവിൽ അരിഞ്ഞെടുക്കുക. ഇല തണ്ടാണെങ്കിൽ നോക്കിയേ നമ്മളിതാ ഇതേപോലെ കണ്ട ഇങ്ങനെ ആക്കണം. കായൊക്കെ നമ്മൾ എത്ര ഇങ്ങനെ കുറെ പുളികൾ പൊളിക്കില്ല അതേപോലെ ഇങ്ങനെ പൊളിച്ചിട്ട് വേണം എന്താ ഇലയും തണ്ടൊക്കും കൂടി കൂട്ടിപ്പിടിച്ച് നമുക്ക് അരിഞ്ഞെടുക്കണ്ടേ. അതായാലും നോക്കി നല്ല കനം കുറവിൽ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടാ. അപ്പൊ നമ്മളുണ്ടല്ലോ ചേനത്തണ്ട് അരിഞ്ഞതുണ്ടല്ലോ നേരെ നമ്മളൊരു കലത്തിലേക്ക് ഇട്ട് കൊടുക്കാട്ടെ ചെയ്യണേ. ഇതിപ്പോ അരിയുമ്പോ നമുക്ക് തോന്നുന്നു കുറേ ഉണ്ടെന്ന്, പക്ഷെ ഇത് വെന്ത് വരുമ്പോ ഒന്നും ഉണ്ടാവില്ല, ഇത്തിരി ഉണ്ടാവുള്ളൂ കേട്ടാ. ഇനി നമ്മൾ ഇതിലേക്കുണ്ടല്ലോ ഇതിലേക്ക് മുളക് പൊടി ഇട്ടാ. മുളക് പൊടിയൊക്കെ എപ്പോഴും കുറവെടുത്തോളാം, കാരണം ഞാൻ പറഞ്ഞല്ലോ വെന്ത് വരുമ്പോ ഇത് കുറയുന്നുള്ളത്. അപ്പൊ ഞാനിതാ ഒരു 1/2 ടീസ്പൂണിന്റെ അടുത്തേക്കാണ് മുളക് പൊടി എടുത്തിട്ടുള്ളൂ കേട്ടാ. അത്രയും മതി. പിന്നെ അത്യാവശ്യം എരിവുള്ള ഒരു മുളകാണ്, നമ്മുടെ വീട്ടിലത്തെ മുളക് തന്നെ ആവുമ്പളേ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇതാ ഒരു 1/4 ടീസ്പൂണിന്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ്. ഉപ്പായാലും എന്താ അപ്പൊ കുറവിട്ടാ മതി, കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഒന്നും എടുത്തിട്ടേ ഇല്ല, അത്രേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇപ്പൊ ഒരു 3 ഗ്ലാസിന്റെ അടുത്തേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിതാ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോ കണ്ട ഇതാ ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തുമ്പോ വെള്ളം ഒന്നും ഇങ്ങനെ പൊന്തി വരും. ആ രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടാ. ഇനി നമുക്കിത് മൂടി വെച്ച് തീ കത്തിക്കാം കേട്ടാ. അപ്പൊ നമുക്ക് ഇവിടെ ഈ അടുപ്പാണ് എന്റെ ഇത്തിരി വലുത്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ അടുപ്പിലിട്ട് വേഗം കത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതാ തീ കത്തിച്ച് നമുക്കിതാ ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഇത് ഇവിടെ തിളയ്ക്കുമ്പോ നമുക്കൊന്ന് തീ കുറച്ച് കൊടുക്കാം കേട്ടാ.
പിന്നെ നമുക്ക് ഇനി കുറച്ച് പച്ചമുളകിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പൊട്ടിക്കാൻ പോവാം. ഒപ്പം കൈയൊക്കെ ഒന്ന് കഴുകുകയും ചെയ്യാം. അപ്പൊ നമ്മുടെ മഴക്കാലത്ത് അതിജീവിച്ച് നിക്കണതായിട്ടാ ഈ മുളകൊക്കെയും. നന്നായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എത്രയും മുളകായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുള്ളൂ. നമ്മുടെ മത്തങ്ങയുടെ ഇല തോരൻ വെക്കലേക്കാണ് നമുക്ക് ഈ പച്ചമുളക് ഇട്ടാ. വേപ്പില ആവശ്യമുണ്ടായിരുന്നു. നമ്മളുണ്ടല്ലോ മത്തയില തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 ഗ്ലാസിന്റെ അവിടേക്ക് നാളികേരം ചെരുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ചു കൊണ്ടുവന്ന് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. ഒപ്പം തന്നെ നമുക്ക് അതിലേക്ക് ഒരു കതിര് കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചതയ്ക്കാനായിട്ട്. പിന്നെ നമ്മൾ നോക്കിയ ഒരു തുണ്ട് പുളി എടുത്തിട്ടുണ്ട്. ഈ പുളി ഒന്ന് വെള്ളം ഒഴിച്ചിടാം. ഇത് നമ്മുടെ ചേനത്തണ്ട് വെക്കണ്ടല്ലോ, അതിലേക്ക് ആവശ്യത്തിനായിട്ടാണ് ഈ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. പുളി ഇവിടെ ഇരുന്ന് ഒന്ന് അരിയട്ടെ നന്നായിട്ട്. അപ്പൊ ഈ സമയം കൊണ്ട് ഞാൻ ഇതൊന്ന് ചതച്ചു കൊണ്ടിട്ടെ കേട്ടാ. ഞാനുണ്ടല്ലോ നോക്കി നമ്മുടെ നാളികേരം നന്നായിട്ട് ചതച്ചെടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്കുണ്ടല്ലോ മത്തല തോരൻ വെക്കാം. അപ്പൊ ഞാനിതാ തീ കത്തിച്ച് നമ്മളിതവിടെ ചീനിച്ചട്ടി അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ഒപ്പം നമ്മുടെ ചേനത്തണ്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ട. അപ്പൊ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചേനത്തണ്ടൊക്കെയും കറി വെക്കുമ്പോഴേ തീ ഉണ്ടല്ലോ കെട്ടു പോയിരുത്തിട്ടാ. അങ്ങനെ കേട്ടിട്ടുണ്ട്. ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ചൂടിൽ തന്നെ കിടന്ന് വേവണമെന്ന്. അതല്ലെങ്കിൽ എന്താ പറയാ അതായത് ചൊറിച്ചിൽ വരുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ അത് കാരണം തീ എപ്പോഴും ശ്രദ്ധിക്കുക. ഓരോ ലെവലില് ആ ചൂടിൽ തന്നെ വേവിച്ചെടുക്കാനായിട്ട് കേട്ടാ. ചീനിച്ചട്ടി ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നോക്കി നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട. അപ്പൊ ഒരു 3 ടീസ്പൂണിന്റെ അടുത്തേക്ക് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മൺചട്ടി കാരണമായിട്ട് ഇങ്ങനെ ചൂടാവുമ്പോൾ ഇതേപോലെ പുകയണ പോലെ തോന്നുന്നത്. അതാ 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഇതാ പൊട്ടി കഴിഞ്ഞു. അപ്പൊ അതിലേക്ക് ഉണ്ടല്ലോ നമ്മള് ഒരു 8 ചുവന്നുള്ളി ഇട്ടാ നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴച്ചെടുക്കാട്ടെ നമുക്ക് ആദ്യം. ഉള്ളിയൊക്കെ ഇട്ട് നോക്കി ഇതേപോലെ കണ്ട ചെറുതായിട്ടൊരു കളറൊക്കെ മാറി ഇങ്ങനെ വന്ന് തുടങ്ങിയ സമയത്താണ് നമ്മള് ചതച്ച് വെച്ച് നമ്മുടെ നാളികേരം ഇട്ട് കൊടുക്കണം കേട്ടാ. നാളികേരം ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ആ നാളികേരത്തിലത്തെ വെള്ളമൊക്കെ ഒന്ന് വലിയണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. തീ ഒന്ന് കൂട്ടി വെക്കാം കേട്ടാ. നാളികേരൊക്കെ ഇട്ട് കഴിയുമ്പോ 2 മിനിറ്റ് നമ്മളൊന്ന് നാളികേരൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിലേക്ക് നോക്കിയ നമ്മുടെ മത്തല തോരൻ ഇട്ട് കൊടുക്കാം കേട്ടാ. മത്തല തോരനല്ല, മത്തല അരിഞ്ഞത്. ഫുള്ള് ഒരുമിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റാത്ത തന്നെ ആദ്യം കുറച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇലയായ കാരണേ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഒന്ന് വാടുമല്ലോ. അപ്പൊ പെട്ടെന്ന് ഒന്ന് നമുക്ക് സ്ഥലം ഉണ്ടാവും കേട്ടോ നമ്മുടെ ചീനിച്ചട്ടിയില്. ബാക്കിയുള്ളത് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു തുണ്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. അതേപോലെ തന്നെ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കണം. ആദ്യം ഞാനിതാ ഒരു ഇത്തിരിയോളം ഉപ്പാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതൊക്കെ ഇളക്കി സെറ്റായിട്ട് വരുമ്പോൾ നന്നായി കുറയും. അപ്പൊ നമുക്ക് ആ സമയത്ത് നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കണില്ല. ഇനിയിപ്പോ എന്താ പറയാ ഒഴിക്കണമെന്ന് അങ്ങനെ നിർബന്ധമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരു തുണ്ട് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി കേട്ടാ. ഞാൻ ഒഴിച്ചു കൊടുക്കണില്ല. ഇപ്പൊ തീ കുറവിലിട്ടിട്ട് പതുക്കെ ഇളക്കി നമ്മള് എടുക്കാണ് ചെയ്യുന്നത്. അതേപോലെ മൂടി വെക്കില്ല കേട്ടാ. നമ്മളിത് വേവണ വരെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. കണ്ട ഇല വാടി വരുമ്പോ തന്നെ നമുക്ക് ഇതില് ചെറുതായിട്ട് വെള്ളത്തിന്റെ ഒരു അംശം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം വേണ്ടാന്ന് പറയണത് കേട്ടാ. നമ്മള് ചീനിച്ചട്ടിൽ ഇതിട്ടപ്പോ ഫുള്ളായിരുന്നു. എനിക്ക് ഇളക്കാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ കണ്ട വാടി വരുന്നതിനനുസരിച്ച് ഇത് കുറഞ്ഞു കുറഞ്ഞു നോക്കി എത്രത്തോളായി. നമ്മുടെ നോക്കിയേ മത്തിലത്തോരൻ റെഡി ആയിട്ടാ. നല്ല ഒല്ലർന്നൊക്കെ ഇരിക്കണം. നല്ല വാരി വാരി കഴിക്കാം. അങ്ങനെ അത്രയും ടേസ്റ്റ് ആയിട്ട് അതിങ്ങനെ വെക്കുമ്പോ
ഷായേട്ടനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടാ. വെറുതെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പൊ ഇതാ തോരൻ റെഡിയായി. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു. ഇപ്പുറത്ത് നമ്മുടെ എന്താ പറയാ ചേനത്തണ്ട് നോക്കി വെന്ത് കളറൊക്കെ കണ്ടറിയാം, നമുക്ക് നന്നായി വെന്തിട്ടുണ്ട്. കണ്ട ഇതിലേക്ക് നമുക്ക് നമ്മുടെ പരിപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്നിങ്ങനെ കയ്യിലുകൊണ്ടൊക്കെ ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം. നമുക്കുണ്ടല്ലോ പരിപ്പ് എന്തായാലും നമ്മുടെ നന്നായി വെന്തിട്ടാണ് ഇരിക്കണേ. കണ്ട പരിപ്പ് ഒന്ന് കയ്യിലുകൊണ്ട് ഒന്നിങ്ങനെ ഉടച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല കട്ടിക്കായി നല്ല കുറുകിയിട്ടുള്ള നല്ലൊരു കറിയാട്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് പുളി ഇവിടെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നല്ലോ, ആ പുളി ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ട് വെറുതെ ഒന്ന് ഞെക്കിയിട്ട്, അധികം ഒന്നും വേണ്ട കേട്ടാ പുളി. ഇത്രയും പുളി മതി. ഇനി ഇത് വീണ്ടും പിഴിഞ്ഞെടുത്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പുണ്ടോ നോക്കാം. കാരണം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷെ പരിപ്പൊക്കെ ഒഴിച്ച് കഴിയുമ്പോ എങ്ങനെയാന്ന് അറിയില്ലല്ലോ. ഉപ്പ് കുറവാട്ടാ. അപ്പൊ നമുക്കിത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിത് ഒരാവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒന്നും കൂടി ഇളക്കി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടാ. അപ്പൊ ഞാൻ മൂടി വെക്കുന്നുണ്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാനുണ്ടല്ലോ നമ്മുടെ ചേനത്തണ്ട് താളിക്കണം. അപ്പൊ അതിന് വേണ്ടി ഇതാ തീ കത്തിച്ച് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ഈ കറി റെഡിയാവും തിളച്ചിട്ടാ. ചീനിച്ചട്ടി ഇതാ ചൂടായി. അതിലേക്ക് നോക്കി നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഒപ്പം തന്നെ നോക്കിയേ നമ്മുടെ ചേനത്തണ്ട് ഇതാ കണ്ട ഇതേപോലെ ഒരു കുറുകിയ പോലെയാണ് നമ്മുടെ കറി ഇരിക്കുക. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് അതിലേക്ക് താളിക്ക വേണ്ടോട്ടാ. പിന്നെ ഈ കറിയിലേക്ക് വേണമെങ്കിൽ ഇത്തിരി നാളികേരൊക്കെ അരച്ചൊഴിച്ചിട്ട്, ഇത് വെപ്പൊക്കെ ഇങ്ങനെ തന്നെ, എന്നിട്ട് ഒരു തുള്ളി നാളികേരം വേണമെങ്കിൽ അരച്ചൊഴിച്ചിട്ട് അങ്ങനെ നമുക്ക് താളിക്കാട്ടോ, അതും കുഴപ്പമില്ല. പക്ഷെ ഇതൊരു രസമാണ് ഈ ഒഴിച്ചു കറി ഇതേപോലെ വെക്കുമ്പോട്ടാ. ഇപ്പൊ വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് താളിക്കണേക്കാളും മുന്നുണ്ടല്ലോ, നമ്മൾ ചെറിയ കൊണ്ടോട്ടം പോലെയുള്ള സാധനങ്ങളൊക്കെ വറുത്തെടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം അത് വറുത്തെടുത്തിട്ട് പിന്നെ ആ വെളിച്ചെണ്ണയിൽ താളിച്ചാലും കുഴപ്പമില്ല കേട്ടാ. അപ്പൊ ഞാൻ ഇതിൽ ചെയ്യണത്, നമ്മുടെ പച്ചപ്പയർ കൂടുതൽ ഉണ്ടായി നിൽക്കുന്ന സമയത്ത് നമ്മള് വാട്ടി ഉണക്കണ ഒരു വീഡിയോക്കും കാട്ടിയിട്ടുണ്ടായിരുന്നു. ആ പച്ചപ്പയറാണ്. അത് നമുക്കിത് കുറച്ചൊന്ന് വറുത്തെടുക്കാം. കണ്ടതിങ്ങനെ വീർത്ത് വരും. നല്ല രസമായിട്ട് ഈ കൊണ്ടോട്ടമൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട്. ഈ മഴക്കാലത്തൊക്കെ നമുക്ക് പയറുണ്ടായി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ടൈമാണ്. ഈ സമയത്ത് നമ്മളിങ്ങനെ ഉണക്കി വെച്ച കാരണം നമുക്കിതാ ഇപ്പൊ അത് ഉപയോഗം ആയി. ഇനി നമ്മളതിലേക്ക് ഇതിലേക്കുള്ളത് താളിക്കാം. അപ്പൊ ഇതാ ആദ്യം തന്നെ ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് പൊട്ടി തുടങ്ങി ആ സമയത്ത് തന്നെ നമ്മൾ നോക്കിയ ഒരു ഇത്തിരിയോളം നമ്മുടെ ഉലുവ, പിന്നെ ഇതാ 2 വറ്റമുളക് നടുമുറിച്ച് തൊട്ട് കൊടുക്കാം. കൂടെ ഒരു കതിര് കറിവേപ്പില. നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ മുളകിന്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. നമുക്കിതാ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഗ്യാസ് ഞാനിതാ ഓഫ് ചെയ്തു. കുറച്ചെടുത്ത് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ കറി റെഡി ആയിട്ടാ. ഭയങ്കര രസമുള്ള നല്ല കറികളാണ് ഇതൊക്കെ. പക്ഷെ ഈ കറികളൊക്കെ നമ്മുടെ അമ്മമാരുടെ കറികളാണ് ശരിക്കും. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം കൂടി ഇതില് ഞാൻ പറയാം. നമ്മുടെ പച്ച മാങ്ങ വറുത്തിട്ട് ഒരു അച്ചാർ ഇടലുണ്ടായിട്ടായിരുന്നു നമ്മള്. ആ അച്ചാറാട്ടത്. അപ്പൊ ഇതൊക്കെ എടുത്തത് കഴിയാറായിട്ടുണ്ട്. കണ്ട എണ്ണയൊന്നും അധികം ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഒരു കേടും വരില്ല അങ്ങനെ വറുത്ത് വെച്ചിട്ടുള്ള അച്ചാർ കേട്ടാ. ഞാനതും ഇന്നത്തെ നമ്മുടെ ചോറിലേക്ക് അതൊക്കെ കൂട്ടി കഴിക്കാന്ന് വെച്ചിട്ടൊക്കെ എടുത്തിട്ടുള്ള കഷായിട്ടിന് കൊടുക്കാനായിട്ട്. അപ്പൊ ഇനി എന്താ പറയാ, ടേസ്റ്റ് ചെയ്യാനും ചോറിനാനൊക്കെ ആയിട്ട് ഷായിട്ടിനെ വിളിക്കാം. ഞങ്ങളുടെ ഉച്ചയിലത്തെ ഇന്നത്തെ ഒരു കറികളാണ് ഇതൊക്കെ കേട്ടാ. ഞാൻ ഷായിട്ടിനെ വിളിക്കട്ടെ കേട്ടാ. ഇന്നെല്ലാം ഷായിട്ടിന് ഇഷ്ടമുള്ള കറികളാട്ടാ.
നമ്മുടെ അച്ചാറും കൂടി എടുത്തുകൊണ്ടിടാം. കർക്കിടക മാസമായിട്ട് ഞെട്ടിക്കണ ഫുഡ് തന്നെയാട്ടാ. എന്താ രസം ഇത് കാണുമ്പോഴാണ് എനിക്ക് ചോറൊന്നും വേണ്ട. ഇങ്ങനെ ഇങ്ങനെ വേണ്ട. അടിപൊളി സാധനം അത്. ഭയങ്കര ടേസ്റ്റ്. ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റൂത് ഫുള്ള് ഒരാൾക്ക്. പയറിന്റെ ഇലയ്ക്കും തോരൻ വയ്ക്കുമ്പോ വിചാരിക്കും അതാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷെ അങ്ങനെയല്ല, ഓരോ ഇലയ്ക്കും ഭയങ്കര ടേസ്റ്റ് തന്നെയല്ല സൈഡാ. രസാ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെ കഴിച്ചു നോക്കിയേ. ഇല്ലേ ഭയങ്കര രസാട്ടത്. മത്തര തോരൻ വെച്ചിട്ടില്ല ആരെ എവിടെന്നെങ്കിലും മത്തര ഇല കിട്ടാണെങ്കിൽ മേടിച്ചു വെച്ചോളൂ. അത് അത്ര രസാ. ആരും പ്രതീക്ഷിക്കില്ല ഇതൊന്നും. പിന്നെ പയറ് കണ്ട ഞങ്ങള് കൂടുതലുള്ളപ്പോ ആക്കി വെച്ചിട്ടുള്ളത് കൊണ്ടാട്ടായിട്ട്. അടിപൊളി. നല്ല കരികരിപ്പാ. പിന്നെ അച്ചാറിന്റെ കാര്യം, ഈ അച്ചാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ വെളിച്ചെണ്ണ ഒന്നും അധികം വേണ്ടി വരുന്നില്ലല്ലോ, എന്നിട്ടും പോലും കേടാവാതെ അതേപോലെ ഇരിക്കും. ഞാനിപ്പോ തന്നെ ഇട്ടോക്കണേ ഈ അച്ചാർ ഇട്ടോണേ, എനിക്കൊരു ഓർമ്മയും കൂടി ഇല്ല. എന്തായാലും 1 മാസത്തിനേക്കാളൊക്കെ 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും. നമ്മള് കാണിച്ചിട്ടുണ്ട് അച്ചാർ ഇടുന്നത്. അതേമാതിരി കറി കൂട്ടി കഴിക്കാനും ഭയങ്കര രസം തന്നെയാട്ടാ. രസം പറഞ്ഞിട്ട് ഷായിട്ട് എനിക്ക് എന്നും തരാനുള്ളത് മറന്നു. ഞാനേ കറി മാത്രല്ലേ കൊടുത്തത്, അതാ ഞാൻ മറന്നു. രസല്ലേ ഇപ്പൊ തന്നേ ഇപ്പൊ കിട്ടുന്നുള്ളതിലാണ് ഞാൻ നിക്കണേ. ഷായിട്ട് മറന്നു. അല്ല ഞാൻ ഈ കറി കൊടുത്തത് കൊണ്ടാ. അപ്പൊ 2 പ്രാവശ്യം അപ്പൊ കൊഴപ്പില്ല. അപ്പൊ എല്ലാവരും ഇതൊക്കെ നോക്കിയോളാം. നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ